നമസ്കാരം. കൈവന്ന അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് സെയിലിംഗ് കമന്ററിക്ക് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് പല മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ അതിന്റെ കരാർ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അധികം പരാമർശിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞ ചില കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. കരാറിനെ സംബന്ധിച്ചൊന്നും വലിയ ആശങ്കകളൊന്നുമില്ല. പ്രധാന ആശങ്ക എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒറ്റ കമ്പനി മാത്രമായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക. MSC മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് കുത്തക മൊണോപ്പൊളി ആകുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ഇറക്കുമതിക്കാർക്കും MSC നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾ അനുസരിക്കേണ്ടി വരും. പിന്നെ അദ്ദേഹം പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റിയാണ്. ഇത് രണ്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വേണ്ടതെല്ലാം ചെയ്യാതെ ഈ കരാറിന് അനുമതി കൊടുക്കില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഒറ്റ കമ്പനി വിഷയം ഒറ്റ വാക്കിൽ തന്നെ അതിന് മറുപടിയുണ്ട്. ഒറ്റ കമ്പനിയാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 2000 മീറ്റർ ബർത്ത് വരുമ്പോ ഏറ്റവും കുറഞ്ഞത് ഒരു 800 മീറ്റർ എങ്കിലും മറ്റ് കമ്പനികൾക്ക് കൊടുക്കാൻ MSC തയ്യാറാവണം. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ്, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ നൽകുന്ന ഒരു ഫെസിലിറ്റേറ്ററാണ് കേരളം എന്നുള്ളതാണ് കരാറിലെ വാക്ക്. അപ്പൊ അതുകൊണ്ട് മെജോറിറ്റി MSC ഇത്രയും പൈസ മുടക്കുന്നുണ്ട്. അവരൊരു 1200 മീറ്ററോ 1500 മീറ്ററോ ഒക്കെ അവരെടുക്കുമായിരിക്കും. മറ്റ് കമ്പനികൾക്കും ആനുപാതികമായി അവർക്ക് സ്ഥലം കൊടുക്കാതിരിക്കില്ല. കാരണം എന്താണ്? പിന്നെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചിട്ടിരിക്കില്ല. അവരുടെ കപ്പൽ വരുന്ന പുറകെ കപ്പലടുപ്പിക്കുക, അതുപോലുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്കും ചെയ്തു കൊടുക്കും. അതിന് നമ്മൾ ഇത്രയും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ലോകം മുഴുവനുമുള്ള പോർട്ട്, നമ്മുടെ തൊട്ടടുത്ത പോർട്ടുകൾ പോലും ഉണ്ട്. പോയി നമ്മുടെ തൂത്തുക്കുടി നോക്കിയാൽ മതി, അല്ലെങ്കിൽ കൊച്ചി പോർട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കൊളംബോ പോർട്ട് നോക്കിയാൽ മതി. എല്ലാ പോർട്ടിലും എല്ലാ കപ്പൽ കമ്പനികളും വളരെ സൗഹാർദ്ദത്തോടെ തന്നെയാണ് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കുള്ള ടെൻഷൻ മേസ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. CMA CGMന് കാണില്ല, ഹപാക് ലോയിഡിന് കാണില്ല. അവർക്കൊന്നും ഇല്ലാത്ത ആശങ്കയാണ് നമ്മളിവിടെ മൊണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പം മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ 2 കൺസേൺ, ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് 2 കൺസേൺ എടുക്കുമ്പോൾ അത് പൂർണ്ണമായും അഡ്രസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം കോൺഗോർ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഇവയുടെയൊക്കെ വളർച്ച മുരടിപ്പിക്കും. അതും പോർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. പോർട്ട് അദാനി നടത്തുന്ന MSC കപ്പൽ കൊണ്ടുവരുന്നതുമായിട്ട് കരയിലിരിക്കുന്ന കണ്ടെയ്നർ കോർപ്പറേഷനോ വെയർഹൌസിംഗ് കോർപ്പറേഷനോ ഒക്കെ അവർക്ക് അവരുടെ ബിസിനസ് അവര് അധ്വാനിച്ച് അവരുടെ വിഹിതം നേടിയെടുക്കണം. അതിനിവിടെ ഒരു തടസ്സവുമില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിട്ടിയ ഒന്നാം തരം ഒരു അവസരം നഷ്ടപ്പെടുത്തരുതെന്നാണ് സെയിലിംഗ് കമന്ററിക്ക് ബന്ധപ്പെട്ടവരോട് എല്ലാം ഓർമ്മിപ്പിക്കാറുള്ളത്. ഇന്നലെ അന്തർദേശീയ മാധ്യമങ്ങളാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റോയിട്ടേഴ്സ്, ബ്ലൂംബർഗ്, ഫോബ്സ് തുടങ്ങിയ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം MSC എന്ന് പറയുന്ന ഒരു കമ്പനി 1 ബില്യൺ 13,000 കോടിയൊന്നുമല്ല അവർ പറയുന്നത്, $1.4 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആഗോള വാർത്തയാണ്. അതിന്റെ ചുവട് പിടിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ആഗോള വാർത്ത, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി, ലോകത്തിൽ 100ഓളം ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടിൽ, ഇവരുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് വാർത്തയെ അടിസ്ഥാനമാക്കി ആഗോള കമ്പനികളെ, കപ്പൽ കമ്പനികൾ മാത്രമല്ല, മാനുഫാക്ചറിംഗ് വ്യവസായത്തിൽ നിൽക്കുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതി രംഗത്ത് നിൽക്കുന്നവർക്ക്, വാല്യൂ അഡീഷൻ രംഗത്ത് നിൽക്കുന്നവർക്ക്, GCC തുടങ്ങിയ എല്ലാ കമ്പനികളെയും നമുക്കിപ്പോ ഈ കെയർ ഓഫിൽ ക്ഷണിച്ചാൽ ഒരു ഒന്നാം തരം അവസരം നമുക്ക് MSCയും ടില്ലും കൂടി തന്നിരിക്കുകയാണ് എന്നാണ് സെയിലിംഗ് കമന്ററി ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഒരു പോസിറ്റീവ്. എല്ലാത്തിനും ചിലര് നെഗറ്റീവ് കാണുമ്പോൾ ചിലര് പോസിറ്റീവ് കാണുന്നു. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് പോർട്ടിന്റെ പോസിറ്റീവ് വശങ്ങളാണ് കാണാൻ ശ്രമിക്കുന്നത്. നെഗറ്റീവ് കാണുന്നില്ല എന്നല്ല, 90% പോസിറ്റീവാണ്. 10% പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ഗവൺമെന്റ് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ കാലത്തെയും നിലപാട്. അതുകൊണ്ട് കരാറിൽ കാര്യമായ അപാകതകളില്ല. ആകെയുള്ളൊരു അപാകത ഇത് കേരള ഗവൺമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത്
കേരള ഗവൺമെന്റുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവർ പുറം ലോകത്ത് അറിയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതിന് പല സാങ്കേതിക കാരണങ്ങൾ കാണുമായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിക്കേണ്ട സമയം തുടങ്ങിയ കാര്യങ്ങൾ, ഇവിടെ ഒരു ഗവൺമെന്റിന്റെ മാറ്റം, അത്തരം വിഷയങ്ങളിൽ ഇപ്പൊ UDF ഗവൺമെന്റിനോട് ഇതിന്റെ ഒരു അനുമതി ചോദിച്ചാൽ UDF ഗവൺമെന്റ് കയറി വന്നതാണ്, വിഷയങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് നീട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിക്കുന്നതിന്റെ ഇത് വരും. പിന്നെ MSC എല്ലാ കാലത്തും ഈ തീരുമാനം വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല. അവർക്ക് ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ വന്നാൽ അവർ പോകും. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും അവര് ആ അവസരം ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് നമ്മളുടെ സാധാരണ വായനക്കിടയിൽ കിട്ടിയ ചിത്രം. ഇതിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടെ പറയാം. ഒരു ഷിപ്പിംഗ് പ്രൊഫഷണലിന്റെ ഒരു ചെറിയ കമന്റ് ആണ്. എ ഡീൽ ഐ ഡ്രംഡ്, അദ്ദേഹം പറഞ്ഞാണ്. കുറെ അപ്പൊ MSC ഇവിടെ തുടർച്ചയായിട്ട് കപ്പലുകൾ കൊണ്ടുവന്നിരുന്നപ്പോ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്ന ഒരു കാര്യമാണ്. എ ഡീൽ ഐ ഡ്രംഡ്, സച്ച് എ ഡീൽ ഫ്രം ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കാരിയർ വിൽ അഷ്യൂർ സ്റ്റേബിൾ വോളിയം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലോകത്തിലെ ബിഗ്ഗസ്റ്റ് കാരിയർ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ വരുന്ന വോളിയം 100% ഉറപ്പാക്കി. ടു എ ലൊക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ടു ദ റീജിയൻ വിൽ ബി ഓട്ടോമാറ്റിക്. ഈ പ്രദേശത്തെ സാമ്പത്തിക വളർച്ച ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. ഇത് ഈ ഒരു വരിയിൽ എല്ലാം ഉണ്ട്. ഇതാണ് കരാറിന്റെ രത്നച്ചുരുക്കം. നമുക്ക് സാമ്പത്തിക വളർച്ചയല്ലേ വേണ്ടത്? നമുക്ക് നമ്മുടെ പോർട്ട് സുഗമമായി 100-135% വർക്ക് ചെയ്യണം. കരയിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവണം. കുട്ടികൾക്ക് ജോലി കിട്ടണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ബിസിനസ് ചെയ്യാൻ അവസരം കിട്ടണം. ഇതല്ലാതെ എന്താണ് പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ അത് നടക്കും, 100% നടക്കും എന്നുള്ളതിന്റെ തുടക്കമാണ് ഈ കരാർ. കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ്, നമുക്ക് ഓരോ മാസത്തെയും പെർഫോമൻസ് നമ്മൾ വിലയിരുത്തി പോകണം. അതിന്റെ റേഷ്യോ മാറിയിട്ടുണ്ട്. കപ്പലുകൾ പോകുന്ന റേഷ്യോ, ഇന്റർനാഷണൽ കപ്പലുകളും ഡൊമസ്റ്റിക് കപ്പലുകളും 50% താഴെയായിരുന്നു ഇതുവരെയുള്ള മാസങ്ങളിലെങ്കിൽ ജൂൺ മാസത്തിൽ 58.51% കാർഗോയല്ല, കപ്പലുകൾ ആഭ്യന്തര വിപണിയിലോട്ടാണ് പോയത്, ആഭ്യന്തര പോർട്ടുകളിലോട്ടാണ് പോയത്. 49 ഇന്റർനാഷണൽ മാർക്കറ്റ് ആയിരുന്നു. 49.49 ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് പോയി. അപ്പോൾ അതിലൊരു ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നിന്ന് നമ്മുടെ ആഭ്യന്തര പോർട്ടിലോട്ട് പോകുന്ന കപ്പലുകളുടെ എണ്ണം കൂടി വരുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഇപ്പോ വിഴിഞ്ഞത്ത് കൂടുതൽ നടക്കുന്നുണ്ട്. പോർട്ടിന്റെ യൂട്ടിലൈസേഷൻ 85.10% അത് കുറഞ്ഞുപോയി. 98, 97, 99 വരെയൊക്കെ വന്നുകൊണ്ടിരുന്നത് 85.10% കാരണം ഏകദേശം ഒരു 6 ദിവസത്തോളം ഒരു കപ്പൽ നമ്മുടെ ഒരു ബെർത്ത്, മോണിക്ക 3 നമ്മുടെ ബെർത്ത് ഓക്യുപ്പൈ ചെയ്തു. അതായിരിക്കാം ഈ യൂട്ടിലൈസേഷനിൽ കുറവ് വന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ബെർത്ത് ഒഴിഞ്ഞു കിടന്നു. കപ്പലിന്റെ ഡിപ്ലോയ്മെന്റിൽ വന്ന ഒരു ഡിലേ കാരണവും 15 മണിക്കൂറോളം രണ്ട് ബെർത്തും ഒഴിഞ്ഞു കിടന്നിട്ടുണ്ട്. അത് കാരണം 85.10% പോർട്ട് എന്ന് പറയുന്ന ബെർത്ത് യൂട്ടിലൈസേഷൻ. ടേൺ അറൌണ്ട് ടൈം 26.25 മണിക്കൂർ, അതും കൂടിയിട്ടുണ്ട്. 24 കുറഞ്ഞിരുന്നതാണ് ടേൺ അറൌണ്ട് ടൈമും 26.25%. ഇതിന്റെ ഗ്രാഫുകളെല്ലാം തയ്യാറാക്കിയത് ശ്രീ എസ് നൌഫലാണ്. 2 കപ്പലുകളെ നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്ന് അറിയേണ്ടതാണ്. ഇപ്പോൾ ബർത്തിലുള്ള ഇഷിക്ക 3 അബുദാബിയിലെ ഖലീഫ പോർട്ട് ഒരു 3-4 മാസമായി ഇപ്പോൾ അവിടെ നിന്ന് കപ്പലുകൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു കപ്പൽ അബുദാബി എന്ന് വന്നിരിക്കുന്നത്. ഇഷിക്ക 3 അതിന്റെ ഡേറ്റ് നോക്കിയാൽ അറിയാം, 7/5/26. മെയ് മാസം അവിടെ കുടുങ്ങിയ കപ്പലാണ്. ഈ പറയുന്ന ഹോർമോസ് പ്രശ്നം കാരണം അവിടെ കുടുങ്ങിയ കപ്പൽ 7/5/26 അവിടെ ഉണ്ടായിരുന്ന കപ്പൽ ഇന്നലെ നമ്മുടെ തുറമുഖത്ത് അടുപ്പിച്ചു. ഏകദേശം 54 ദിവസം അവിടെ കുടുങ്ങി. യാത്രയ്ക്ക് എടുത്തതല്ല, അവിടെ കുടുങ്ങി കിടക്കുകയായിരുന്നു. രണ്ടാമതൊരു കപ്പൽ ഈ കരാർ ഒപ്പിട്ട്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ സംഘർഷത്തിൽ മിസൈൽ, ഗുരുതരമല്ല എന്നാലും മിസൈൽ ഏറ്റ ഒരു കപ്പലാണ്. അതിന്റെ ബ്രിഡ് സൈഡിൽ എങ്ങാണ്ടാണ് എവർ ലവ്ലി. നാളെ ഇവിടെ വരേണ്ട നമ്മുടെ തുറമുഖത്തിൽ 800 മീറ്ററോളം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ഒരു കപ്പൽ കമ്പനിയാണ് എവർഗ്രീൻ. അവരുടെ എവർ ലവ്ലി അവിടെ ഇറാഖിലെ ഉംഖസർ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് 7/3 മാർച്ച് മാസത്തിൽ അവിടെ ഹെൽഡപ്പായ കപ്പലാണ്. ആ കപ്പൽ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഈ മിസൈലേറ്റ കപ്പൽ ഇന്നലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. എവർ ലവ്ലി
എവർഗ്രീന്റെ കപ്പലാണ്. അപ്പൊ 2 കപ്പലും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ ഒരു കാഴ്ചയും, കടന്നുപോകല്ല, ഒരെണ്ണം നമ്മുടെ ബർത്തിലുണ്ട്, എവർ ലവ്ലി കടന്നുപോയി. ഇനി കഴിഞ്ഞ മാസത്തെ ട്രാക്കത്തോൺ വിജയി, ഡബിൾ വിജയിയായി ശ്രീനാഥാണ്. പർട്ടിക്കുലർ ഒരു ട്രാക്കിംഗ് അല്ല, കഴിഞ്ഞ മാസം 5 or 6 ട്രാക്കിങ്ങിന് അദ്ദേഹം അവസരം ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് കഴിഞ്ഞ മാസത്തെ ട്രാക്കത്തോൺ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. UK ബിമലാണ്. ബിമലിന്റെ സ്പോൺസർഷിപ്പിലുള്ള സമ്മാനം ശ്രീനാഥ് ശ്രീ മോഹൻകുമാറിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു.